ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷനിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി ഇൻഫർമേഷനാണ്. അതായത് നമുക്ക് പേഴ്സണൽ ലോൺ വളരെ എളുപ്പത്തിൽ, സിബിൽ സ്കോർ കുറവ്, അതുപോലെ തന്നെ സാലറി കുറവ് അല്ലെങ്കിൽ സാലറി ഇല്ല, ഇങ്ങനെയുള്ളവർക്ക് ലോൺ കൊടുക്കുന്ന 3 NBFCയെ കുറിച്ചാണ് ഇന്നിവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് ഒട്ടുമിക്ക പേർക്കും, ഒരു 70% ആൾക്കാർക്കും അറിയാൻ കഴിയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഇത് നമുക്ക് സെൽഫ് എംപ്ലോയീസിനും കിട്ടും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാലറി ഉള്ളവർക്കും കിട്ടുന്നതാണ്. ഇപ്പോൾ ഇൻകം ഉള്ളവർക്ക്, നിങ്ങൾക്ക് ഇപ്പോൾ സിബിൽ സ്കോർ 600 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഒരു ലോൺ ആപ്പിൽ നിന്നും അല്ലെങ്കിൽ NBFCയിൽ നിന്നോ ബാങ്കിൽ നിന്നോ ലോൺ കിട്ടാൻ വളരെ പ്രയാസമായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു 600 സിബിൽ സ്കോറിൽ നിങ്ങൾക്ക് ലോൺ തരുന്നതാണ്. അപ്പോൾ ഫസ്റ്റിലത്തെ ആപ്പ് ഞാൻ പറഞ്ഞുതരാം, ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് കേട്ടിട്ട് പോവുക. നമ്മൾ സിബിൽ സ്കോറോ നമ്മുടെ സാലറിയോ അറിയാതെ ഒരു ബാങ്കിലോ ഒരു NBFCയിലോ നമ്മൾ ലോൺ കൊണ്ട് വയ്ക്കാതിരിക്കുക. എൻക്വയറി കൂടും. ഒരു മാസത്തിൽ 4-5 എൻക്വയറി കൂടുതൽ വരികയാണെങ്കിൽ പിന്നെ ബാങ്കുകൾ 2 മാസം കഴിഞ്ഞൊക്കെ ചെയ്യുള്ളൂ. അത് നമുക്ക് തീർച്ചയായിട്ടും ഇഷ്യൂ ഉണ്ടാക്കും. അപ്പോൾ ഫസ്റ്റ് ആപ്ലിക്കേഷൻ നമ്മളിവിടെ പറയാൻ പോകുന്നത് മണിവ്യൂ ആണ്. അപ്പോൾ ഒരുപാട് പേര് ഡെയിലി എനിക്ക് മെസ്സേജ് വാട്സപ്പിൽ അയക്കുന്നുണ്ട്, സാലറി എത്രയേ ഉള്ളൂ, സിബിൽ എത്രയേ ഉള്ളൂ, ഏതിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഒരുപാട് പേര് അയക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം, മണിവ്യൂ ആണ്. ഈ മണിവ്യൂവിൽ നിങ്ങൾക്ക് സാലറി ഉള്ള ആൾക്കാരാണെങ്കിൽ വെറും 13,500 രൂപ നിങ്ങൾക്ക് സാലറി മതി. ഇപ്പോൾ നമ്മുടെ ഡെയിലി അല്ലെങ്കിൽ വേജസ് ആക്റ്റൊക്കെ കുറച്ച് മാറ്റം വന്നതുകൊണ്ട് ഒട്ടുമിക്ക പേർക്കും, ഒരു 99.99% ആൾക്കാർക്കും 13,500 മുകളിലാണ് സാലറി ഉള്ളത് തീർച്ചയായിട്ടും. അപ്പോൾ ഇത് ബാങ്ക് അക്കൗണ്ടിൽ സാലറി ഉള്ള ആൾക്കാർക്ക് ബാങ്ക് അക്കൗണ്ടിൽ തന്നെ ആയിരിക്കണം ക്രെഡിറ്റ് ആകുന്നത്. പിന്നെ ക്രെഡിറ്റ് സ്കോർ 600 ആയിരിക്കണം. ഏജ് 21 വയസ്സ് മുതൽ 57 വയസ്സ് വരെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും കിട്ടും. ഇനി 15 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും ഡിലേയോ, അതായത് പേയ്മെൻറ്റ് ഡ്യൂ അങ്ങനെയൊന്നും വരാൻ പാടില്ല. ചില ആൾക്കാർക്ക് ഒരു 15-10 ദിവസം പേയ്മെൻറ്റ് ഡിലേ, അല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസത്തെ പേയ്മെൻറ്റ് ഡിലേക്ക് വരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ബാങ്ക് റിജക്റ്റ് ചെയ്യും, ചെക്ക് ബൗൺസ് ആയെന്ന് പറഞ്ഞത്. കാരണം നമ്മുടെ ഇഷ്യൂ അല്ല, ചിലപ്പോൾ ഓട്ടോ ഡെബിറ്റിൻ്റെ ഇഷ്യൂ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് 100% ഡിപ്പെൻഡ് ചെയ്യാം. പിന്നെ സെറ്റിൽമെൻറ്റോ റൈറ്റ് ഓഫോ ലാസ്റ്റ് 36 മാസത്തിൽ സെറ്റിൽമെൻറ്റോ റൈറ്റ് ഓഫോ പാടില്ല. മറ്റ് ബാങ്കിൽ അപേക്ഷിച്ചാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും സെറ്റിൽമെൻറ്റോ റൈറ്റ് ഓഫ് വരികയാണെങ്കിൽ 5-7 വർഷം കഴിഞ്ഞാലേ അവർ ലോൺ തരികയുള്ളൂ. പക്ഷേ അവർ 36 മാസം, അതായത് 3 വർഷത്തിനുള്ളിൽ മാത്രമേ വരാൻ പാടില്ലാതെയുള്ളൂ. അങ്ങനെ ഇല്ലാത്തവർക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും അവർ ലോൺ കൊടുക്കും. മണിവ്യൂ ബെറ്റർ ഓപ്ഷനാണ്. പിന്നെ സാലറി ഇല്ലാത്തവർക്കും അവർ കൊടുക്കും. അത് സ്റ്റാർട്ടിങ് ചിലപ്പോൾ 10-5, എനിക്ക് ഫസ്റ്റ് കിട്ടിയത് 5,000 രൂപയാണ്. അപ്പോൾ ചില ആൾക്കാർക്ക് 10 കിട്ടിയിട്ടുണ്ട് സാലറി ഇല്ലാതെ. 25 കിട്ടിയ, ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്, 25 കിട്ടിയ ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ മണിവ്യൂ എന്തുകൊണ്ടും ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. സാലറി കുറവുള്ളവർക്കും സാലറി ഇല്ലാത്തവർക്കും ഈ ഒരു 600 സിബിലുള്ളവർക്കും. അപ്പോൾ മണിവ്യൂ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ എന്നോട് സംശയം ചോദിച്ചവരെല്ലാവരും മണിവ്യൂവിൽ ട്രൈ ചെയ്യുക. ഇനി രണ്ടാമത്, നമുക്ക് ഈ ഒരു ആപ്പിൻ്റെ ഇൻ്റർഫേസ് കാണുമ്പോഴേ മനസ്സിലൊരു സാറ്റിസ്ഫാക്ഷനാണ്. അത് വേറെ ഒരു ആപ്പുമല്ല, ട്രൂ ബാലൻസ് തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ സാലറി ഇല്ലാത്തവർക്കും ഉള്ളവർക്കും ഒരേപോലെ ലോൺ കൊടുക്കുന്ന ഒരു NBFC ആണ്. കിഡിലും NBFC ആണ് ട്രൂ ബാലൻസ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, നിങ്ങളിങ്ങനെ ചോദിച്ചത് കൊണ്ട് ഞാൻ ചെയ്തത് മാത്രമേ ഉള്ളൂ. അപ്പോൾ സിബിലും നേരത്തെ പറഞ്ഞ പോലെ 600-625 സിബിലേ അവർ നോക്കിയുള്ളൂ. ചില സമയത്ത് അവർ ബാങ്കിങ് ഉണ്ടെങ്കിൽ സിബിൽ പോലും നോക്കാതെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എമൗണ്ട് ഡിസ്ബേഴ്സ് ചെയ്യും. ഇൻട്രസ്റ്റും കുറവാണ്. ഈ മണിവ്യൂവും ട്രൂ ബാലൻസും ഒക്കെ ഇൻട്രസ്റ്റ് താരതമ്യേന മറ്റ് ആപ്ലിക്കേഷനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇൻട്രസ്റ്റ് വളരെ കുറവാണ്. പിന്നെ ഫുള്ളി ഡിജിറ്റലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബാങ്കോ അല്ലെങ്കിൽ വേറെ NBFCയോ ഒന്നും വിസിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ അക്കൗണ്ടിൽ തന്നെ ഒരു 1 അവർ എടുക്കില്ല, നിങ്ങൾക്ക് എടുത്തവർക്ക് അറിയാൻ സാധിക്കും. അത് 1 അവറിൽ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ അത് ഡിസ്ബേഴ്സ്ഡ് ആവും. ഓക്കെ, പിന്നെ അടുത്ത വരുന്ന ആപ്ലിക്കേഷനാണ് ബ്രാഞ്ച് എന്ന് പറയുന്നത്. ബ്രാഞ്ചും നിങ്ങൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. 20 വയസ്സുള്ളവർക്കും 21 വയസ്സുള്ളവർക്കും ബ്രാഞ്ച് കൊടുത്തതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാധാരണ 21 വയസ്സാണ് പറഞ്ഞത്, എന്നാൽ 20 വയസ്സുള്ള ആൾക്കാർക്ക് പോലും ബ്രാഞ്ച് ഇവിടെ ലോൺ കൊടുത്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും പ്രൂഫുണ്ട്. അപ്പോൾ ബ്രാഞ്ചിൽ നമുക്ക് ആദ്യം കിട്ടുന്നത് 1,500 രൂപയാണ്. 1,500 കഴിഞ്ഞാൽ 2,500 അല്ലെങ്കിൽ 4,000, പിന്നെ 7,000, 8,000. എനിക്ക് മാക്സിമം ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് 20,000 രൂപ വരെയാണ് എൻ്റെ എക്സ്പീരിയൻസിൽ. മറ്റുള്ളവർക്ക് 30 കിട്ടിയിട്ടുണ്ട്, 40 കിട്ടിയ ആൾക്കാരുണ്ട്. ഈ പറയും
3 ആപ്ലിക്കേഷനും ഏതൊക്കെ മണി വ്യൂ, അതുപോലെ തന്നെ ട്രൂ ബാലൻസ്, ബ്രാഞ്ച്, ഇത് 3ഉമാണ് ഇപ്പോൾ നമ്മുടെ ടോപ്പ് നിൽക്കുന്ന ആപ്ലിക്കേഷൻ. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരുവിധം എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൽ നിന്ന് ലോൺ കിട്ടുന്നതാണ്. അപ്പോൾ ഈ ആപ്പ് കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ മറ്റേതെങ്കിലും NBFCയിൽ ചെക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്ലൈറ്റ് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ പോലും ഇത് 3-ൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് നിങ്ങൾക്ക് ലോൺ ഉറപ്പായിട്ടും കിട്ടുന്നതാണ്. എനിക്ക് മണി വ്യൂവിൽ നിന്ന് 25,000 രൂപ കിട്ടിയിട്ടുണ്ട്. ബ്രാഞ്ചിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല എമൗണ്ട്, അതുപോലെ തന്നെ ട്രൂ ബാലൻസ് നല്ല എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. ചില സമയത്ത് ഇവർ ചില ഉടായ്പ് കാണിക്കും, അതായത് നമ്മൾ ചിലപ്പോൾ ബ്ലോക്ക് ചെയ്ത് വിടും. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. സാധാരണഗതിയിൽ നമ്മൾ ബ്രാഞ്ചിലും ട്രൂ ബാലൻസിലും അവർ ബ്ലോക്ക് ചെയ്ത് വിടുന്നത് നമ്മൾ EMIക്ക് മുൻപേ അടയ്ക്കുന്നത് കൊണ്ടാണ് അവർ ബ്ലോക്ക് ചെയ്ത് വിടുന്നത്. കാരണം നെക്സ്റ്റ് കൊടുത്താൽ അദ്ദേഹം അടയ്ക്കുകയോ ഇല്ലയോ, അദ്ദേഹം നേരത്തെ അടച്ചു, ഇനി കൊടുത്താൽ ചിലപ്പോൾ അടയ്ക്കില്ല, അതുകൊണ്ട് മുങ്ങാനുള്ള പരിപാടിയാണ്, അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശിച്ചായിരിക്കും ബ്ലോക്ക് ചെയ്ത് വിടുന്നത്. ഭൂരിഭാഗവും അങ്ങനെയാണ് വന്നിരിക്കുന്നത്, 99% ഞാൻ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത്. അപ്പോൾ ദയവീത് ഇനി ആരും ചോദിക്കരുത്. ഏറ്റവും കുറഞ്ഞ എലിജിബിലിറ്റിയിൽ ലോൺ കൊടുക്കുന്ന ഈ ഒരു 3 ആപ്ലിക്കേഷനാണ്. ഒരിക്കൽ കൂടി പറയാം, മണി വ്യൂ, ബ്രാഞ്ച്, ട്രൂ ബാലൻസ്. ഒരു വാർണിംഗ് കൂടിയുണ്ട്, നമ്മളൊരു കാരണവശാലും അങ്ങോട്ട് ഒരാൾക്ക് പോലും പൈസ കൊടുത്ത് ലോൺ ചെയ്യരുത്. അതിന് കൂടച്ചാകുന്ന സഹോദരൻ എന്ന് പറഞ്ഞാൽ പോലും സാറിന് 5,000 രൂപ അല്ലെങ്കിൽ 15,000 രൂപ എന്താ പറയുന്നത് GST അടയ്ക്കണം, അല്ലെങ്കിൽ എന്താ പറയുന്നത് SGST അടയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ഫ്രോഡുകൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവർ നല്ല കൺവിൻസിങ് പവറാണ്. ID കാർഡൊക്കെ ഒറിജിനലായിട്ട് കാണിച്ചിട്ട്, സാർ ഇതാണ് ID കാർഡ്, ഞാൻ മലയാളിയാണ്, ഞാൻ തിരുവനന്തപുരത്തുള്ള ആൾക്കാരാണ്, എൻ്റെ അഡ്രസ്സ് ഇതാന്നൊക്കെ പറഞ്ഞ് ഫേക്ക് അഡ്രസ്സ് എല്ലാം കാണിച്ച് നമ്മളെ ടോട്ടലി കൺഫ്യൂസ് ആക്കി നമ്മളെ എന്താ പറയുന്നത് കൺവിൻസ്ഡ് ആക്കും. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അടച്ച ഒരുപാട് ഈ പറയുന്ന സ്പോട്ടിൽ പോലും അടയ്ക്കുന്ന ആൾക്കാരുണ്ട്. ഒരു കാരണവശാലും 1 രൂപ പോലും അങ്ങോട്ട് പൈസ കൊടുത്ത് ലോൺ നിങ്ങൾ കിട്ടാൻ ശ്രമിക്കരുത്. അത് കിട്ടില്ല, പൈസ പോകും. ഒരു ജെനുവിൻ ബാങ്കും ഒരു NBFCയും അങ്ങോട്ട് പൈസ വെച്ച് ലോൺ ചെയ്യുന്നില്ല. പ്രോസസ്സിംഗ് ഫീസ് നിങ്ങൾക്ക് തരുന്ന എമൗണ്ടിൽ നിന്ന് അവർ കട്ട് ചെയ്താണ് തരുന്നത്. ഓക്കെ, അതിപ്പം NBFC മുതൽ ബാങ്ക് വരെ അങ്ങനെ തന്നെയാണ്. കാരണം ഇത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു കാരണവശാലും നമ്മുടെ ചാനലിൽ നിന്ന് ആരും ഇങ്ങനെ ഒരു ട്രാപ്പിൽ പെടരുത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.